നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ലെങ്തിയും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്, മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗം. അതിൽ 5 ഡിസോർഡേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഹീമോഫീലിയ, അതായത് റോയൽ ഡിസീസ് അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ പറയുന്ന അസുഖം. അപ്പോൾ അവിടെ നിങ്ങൾ ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്ന ആ റോയൽ ലേഡിയെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന അസുഖം, അവർ ക്യാരിയർ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഹീമോഫീലിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ സിക്കിൾ സെൽ അനീമിയ അറിയാമല്ലോ, ഗഗ്ഗാവുന്ന അവസ്ഥ, അതായത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അത്തരത്തിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഓർത്തിരിക്കുക. PK എന്താണ്? ഫീനൈൽ കീറ്റോന്യൂറിയ ആണ് അല്ലേ. അതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണെന്നും അവിടെ ഈ പറയുന്ന തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നൊരവസ്ഥയാണെന്നും ഉള്ള കാര്യം ഓർക്കുക. PKയും കളർ ബ്ലൈൻഡ്നെസ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ സെൽസ് ആണ്, കോൺ സെൽസുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കളേഴ്സ് അല്ലേ, ഈ റെഡും ഗ്രീനും ഒക്കെ കളേഴ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. ആ ഭാഗം ക്ലിയർ ചെയ്യുക. പിന്നെ തലാസീമിയ ഉണ്ടല്ലേ, തലാസീമിയ തന്നെ 2 തലാസീമിയ ഉണ്ടല്ലോ. നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ചെയിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 ആൽഫ ചെയിനും ഉണ്ട്, 2 ബീറ്റ ചെയിനും ഉണ്ട്. അതിൽ തന്നെ ആൽഫ തലാസീമിയ ഉണ്ട്, ബീറ്റ തലാസീമിയ ഉണ്ട്. അപ്പോൾ ക്രോമസോം 16ൻ്റെയും ക്രോമസോം 11ൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് തലാസീമിയ. അപ്പോൾ നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് മെൻ്റലിയൻ ഡിസോർഡേഴ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.